അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല രുചികരമായ വളരെ ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. ടീ കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ മക്കൾക്കായാലും നമുക്കായാലും കോക്കനട്ടൊക്കെ ഉപയോഗിച്ച് നല്ല ടേസ്റ്റുള്ള സോഫ്റ്റായ വായിലിട്ട് അലിഞ്ഞു പോകുന്ന കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. നമുക്ക് 2 മുട്ടയാണ് വേണ്ടത്. ഈ മുട്ട നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. മാവിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂട്ടേണ്ടതാണ്. ഈ മുട്ടയും പഞ്ചസാരയും നമ്മൾ മിക്സിയിൽ അടിച്ചേക്കണം. നിങ്ങളുടെ മാവ് ഞാനിപ്പോൾ 225 ഗ്രാം മൈദ മാവാണ്. നിങ്ങൾക്ക് അതിലേറെ പൊടി എടുക്കുന്നുണ്ടെങ്കിൽ അതിലേറെ മുട്ട കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആവില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 225 ഗ്രാം മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു 6 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഈ മിക്സിയിലിട്ട് ഈ മുട്ടയും ഈ പഞ്ചസാരയും നല്ലതുപോലെ അടിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു 4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസാണ് നിറഞ്ഞ് തുളുമ്പി ചിന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട്. അതും ഫുള്ളായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണില്ല. ഇതും കൂടി മിക്സിയിൽ നല്ലതുപോലെ ഒരു 30 സെക്കൻഡ് അടിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ആ പഞ്ചസാര എല്ലാം അരഞ്ഞ് കിട്ടണം നല്ലതുപോലെ. മിക്സിയിലടിച്ച ഈ മാവ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൽ തന്നെ നമ്മൾ മാവെല്ലാം ഇട്ട് ഇളക്കാൻ പാകത്തിനുള്ള ഒരു പാത്രമായിരിക്കണം കേട്ടോ. ആദ്യം തന്നെ ഒഴിക്കുമ്പോൾ ഇതിലേക്ക് 225 ഗ്രാം മൈദ മാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതും നമ്മൾ ഇതിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് കണ്ടുള്ള ഒരു പാത്രത്തിലായിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. 1/2 ടീസ്പൂണ് നിറച്ചില്ലെങ്കിലും അതിന് ചെറുതായിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ എടുക്കേണ്ട ഒരു കട്ട ഒരു 1/4 ടീസ്പൂണിലേറെ എന്തായാലും ഇട്ട് കൊടുക്കണം. മാവിനനുസരിച്ച് ബേക്കിംഗ് സോഡ കൊടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ കോക്കനട്ട്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേട്ടോ. ഇത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അതല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാം. ഇത് വീട്ടിലുണ്ടാക്കുന്നത് എനിക്കെങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കണം. ഇത് ഞാനിപ്പോൾ ഏകദേശം നമ്മളൊരു സ്പൂൺ വെച്ചിട്ടോ അതല്ലെങ്കിൽ കോർക്ക് വെച്ചിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ, അപ്പോൾ ആദ്യം ഞാൻ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ മാവ് ഏകദേശം ഇളക്കി കൊടുത്തിട്ട് കുറവാണ് എങ്കിൽ ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാവിനനുസരിച്ചായിരിക്കണം. നമ്മുടെ മാവ് ഒരു കട്ടിയുള്ള മാവായിരിക്കണം. കേക്കിനൊക്കെ ഒഴിക്കുന്ന മാവിൻ്റെ കട്ടി നിങ്ങൾക്കറിയാമല്ലോ, അതേപോലെ കട്ടിയുള്ള മാവായിരിക്കണം. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ മാവ് ഇളക്കി കൊടുത്തിട്ട് ലൂസ് ഇല്ല എങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ 1-2 ടേബിൾ സ്പൂണും കൂടി വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടണ പാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം എത്രത്തോളം നമ്മുടെ മാവ് ചില മാവിനനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും. ഞാനിതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യായാലും മതി കേട്ടോ. എല്ലാ ഭാഗത്തും ചെയ്യണം. ഞാൻ ഈ സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ച ഈ മാവുണ്ടല്ലോ, ഇതിൻ്റെ കട്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മാവ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് ഇങ്ങനെ കുലുക്കി കൊടുക്കണം, എയറൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ നമുക്ക് കേക്ക് ഒരുപാട് വേണമെങ്കിൽ മാവ് മറ്റുള്ള ചേരുവകളൊക്കെ കൂടുതലെടുക്കണം. ഞാനിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് മതി കരുതിയാണ് കുറച്ചെടുത്തത്. അപ്പോൾ കുറച്ച് കേക്കേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ പാത്രം ചതുരത്തിലുള്ള പാത്രം ഉണ്ട് എനിക്ക്, പക്ഷേ അത് പിന്നെ വലിയ പാത്രമാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് റൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഷേപ്പ് ഒന്ന് ആക്കി കൊടുക്കണമെങ്കിലൊക്കെ കുറച്ച് കട്ടിങ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ചതുരപാത്രം ഉണ്ടെങ്കിൽ അതെടുക്കുക. ഈ ചട്ടി ഞാൻ 5 മിനിറ്റ് നേരം ചൂടാക്കി ഫുൾ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുത്തതാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ ചൂട് പാകത്തിനായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. റിങ് ഇറക്കി വെച്ചിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു പാത്രം എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രം കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് അടി കരിഞ്ഞു പോവാതിരിക്കാനല്ലേ, കേക്കല്ല കരിഞ്ഞു പോകും. ഇനി ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണില്ല. ഇനി നമ്മളിത് മൂടി എയറൊന്നും ഇല്ലാത്തൊരു മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് ശരിക്കും മൂടി വെച്ച് ഒരു അരമണിക്കൂർ ഓരോരുത്തരുടെ മാവിൻ്റെയും പിന്നെ തീയുടെയും ചൂടിനനുസരിച്ച് മാറ്റം വരും. ഞാനിപ്പോൾ ഇതൊരു 60 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ പാത്രം വെച്ചാൽ ഉടനെ നമ്മൾ സിമ്മിലിട്ട് കൊടുക്കണം. സിമ്മിലിട്ട് കൊടുത്തേ വേവിക്കാൻ പാടുള്ളൂ. ഫുൾ ഫ്ലെയിമിൽ ഒരിക്കലും ഇടരുതേ. ചട്ടി ചൂടാവുന്നത് വരെ മാത്രം വെക്കുക. നമ്മുടെ കേക്കിൻ്റെ മാവ് വെച്ചാൽ ഉടനെ സിമ്മിലാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 60 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് ആയപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു കോലെന്തെങ്കിലും നമ്മൾ ഇട്ടുങ്ങാണ്ട്, ഇതിപ്പോൾ ഒരു പപ്പടക്കോലാണ്, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഈർക്കിളി വെച്ചിട്ടോ നമ്മളിങ്ങനെ അതിലിറക്കി കൊടുത്തിട്ട് അപ്പോൾ ഒന്നും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ട് വെച്ചെങ്കിൽ കുറച്ച് സമയം കൂടി അവിടെ വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് പഞ്ചസാര ലായനി ഉണ്ടാക്കാം. കേക്ക് തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത്. നല്ലപോലെ തണുത്ത് വരട്ടെ. അപ്പോഴത്തേക്കും പഞ്ചസാര ലായനി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര അതേപോലെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒഴിച്ചിട്ട് പഞ്ചസാര ലായനി കുറച്ച് കട്ടിയിൽ, നമുക്ക് ഒറ്റ നൂൽ പരിവൊന്നും വേണ്ട, കുറുക്കിയെടുക്കൊന്നും വേണ്ട, അതിൽ ഒന്ന് ലയിച്ച് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നല്ലപോലെ അപ്പം തന്നെ ഇങ്ങോട്ട് എടുക്കരുത്. ഒന്ന് തിളച്ചിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ട് ആ പഞ്ചസാര ലായനിയിലാണ് നമ്മൾ ഈ കേക്ക് മുക്കിയിട്ടാണ് ആ ഡെസിക്കേറ്റ് കോക്കനട്ട് നമ്മൾ അതിൽ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ കേക്കൊക്കെ റെഡി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂട് കൂടുതലായതിനാൽ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഉരുകിയിട്ടില്ല, അതിലൊന്ന് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി കളഞ്ഞു കൊടുക്കാം. ഇനി എൻ്റെ കേക്ക് റൗണ്ട് ഷേപ്പിലാണല്ലോ, അപ്പോൾ നമുക്ക് ടീ കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം പൊങ്ങി കിടക്കുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ റൗണ്ടിലുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി നമുക്ക് ചതുരത്തിലുള്ള കേക്കാണ് വേണ്ടത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സ്പോഞ്ച് പോലെ നല്ല പോലെ പിന്നെ സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഉള്ളൊക്കെ വേവായിട്ട്. അപ്പോൾ ഞാൻ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇത് ഡിസൈൻ ചെയ്തുകൊണ്ട് എടുക്കുകയാണ്. അപ്പം ഞാൻ ടീ കേക്കാണ് ഇവിടെ ഡിസൈൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഇത് എല്ലാതും കട്ട് ചെയ്ത് നമ്മളിത് കട്ട് ചെയ്ത് കണ്ട് നമുക്ക് അത്യാവശ്യം കേക്കൊക്കെ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമ്മൾ ഈ പഞ്ചസാര ലായനിയിൽ ഇട്ടിട്ട് ഇത് നമ്മൾ പഞ്ചസാര ലായനിയിൽ മുക്കുമ്പോൾ നല്ല സോഫ്റ്റായ കേക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുറച്ച് ഇതിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ ഒന്ന് ഈ പഞ്ചസാര ലായനിയിൽ മുക്കുക. എന്നിട്ട് ഈ കോക്കനട്ടിൽ ഒന്ന് ചെറുതായിട്ട് ഒപ്പിക്കൊടുക്കുക. അപ്പോൾ ആ കോക്കനട്ട് എല്ലാ ഭാഗത്തും വരും. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ കേക്ക്. 100% ഉറപ്പാണ്. വളരെ ടേസ്റ്റായ ഒരു കേക്കാണ്. അപ്പോൾ ഈ പഞ്ചസാര ലായനിയിൽ മുക്കുക. എന്നിട്ട് ഈ കോക്കനട്ടിൽ ഒന്ന് പിന്നെ
കോട്ടിങ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല രുചികരമായ കേക്കിൻ്റെ രുചി തന്നെ മാറും കേട്ടോ. ഈ കോക്കനട്ട് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കേക്ക് തിന്നുന്ന രുചിയല്ല നമുക്ക് ഉണ്ടാവുക, ആ കോക്കനട്ടിൻ്റെ രുചിയും കൂടി കൂടുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ കടയിൽ നിന്നും കോക്കനട്ടുള്ള ഒരു കേക്ക് വാങ്ങി കഴിക്കണം, അതേ ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. എൻ്റെ കേക്ക് അത്യാവശ്യം വേവായിട്ടുണ്ട് കേട്ടോ, അതാണ് ആ അടിഭാഗം കുറച്ച് ചുമപ്പായത്. അത് നമ്മുടെ അതിൻ്റെ പാത്രം കട്ടിയില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്ര തന്നെ ചുവപ്പാവില്ല, നല്ല വെള്ള കളറിൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അടി കട്ടിയില്ല നല്ല പാത്രം എടുക്കണം. കട്ടിയുള്ള പാത്രം, എൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് അലുമിനിയം പാത്രം, സ്റ്റീൽ പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിൻ്റെ ഉള്ളിൽ കറുപ്പായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടികളുണ്ടെങ്കിൽ അത് തന്നെ വെക്കാൻ നോക്കണം, എന്നാൽ നമ്മുടെ ചട്ടിയൊന്നും കേടായി പോകില്ല. അപ്പോൾ കട്ടിയുള്ള പാത്രമൊക്കെ വെക്കണം. അപ്പോൾ നമുക്ക് നല്ല കളറിൽ കേക്ക് കിട്ടും. ഇനി ഓവനിലൊക്കെ ശരിയാക്കുന്നവർക്ക് ഇതിലേറെയും ഭംഗിയുള്ള കളറായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോക്കനട്ടിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ എല്ലാ കേക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ടീ കേക്ക്, അതുപോലെ കോക്കനട്ട് കേക്കൊക്കെ നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന കേക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാം. പഞ്ചസാര ഷുഗർ ഉള്ളവർക്കൊക്കെ ചെറുതായിട്ട് കഴിക്കാം, നല്ലതുപോലെ കഴിക്കാൻ പറ്റൂല. കടയിൽ നിന്ന് നമ്മൾ കുറേ ദിവസം വെച്ച കേക്ക് വാങ്ങി കഴിക്കുന്നതിലേറെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഫ്രഷായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. നമ്മൾ ഡിസൈനാക്കി വെക്കുമ്പോൾ നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. എൻ്റേത് കുറച്ച് അവിടെ ഇവിടേക്ക് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കത്തിയുടെ ഒക്കെ ഇതിനനുസരിച്ചിരിക്കും. നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കേക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, ഉറപ്പായിട്ടും നല്ല രുചി തന്നെയുണ്ട്. നമ്മൾ ഈ കോക്കനട്ടിലൊക്കെ കോട്ടിങ് കൊടുത്തത് കൊണ്ട് നല്ല അലിഞ്ഞു പോകുന്ന രുചിയാണ്. നമുക്ക് കപ്പ് കേക്കിൻ്റെ രുചിയൊന്നും അല്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങുന്ന സാധാ കേക്കിൻ്റെ രുചിയല്ല ഇതിന്, അതിലേറെ നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. നിങ്ങളുടെ മക്കൾക്കൊക്കെ നിങ്ങളൊരു പ്രാവശ്യം ഒന്നുണ്ടാക്കി നോക്കുകൊണ്ടു, രുചി മസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഒരു കൈയിൻ്റെ ചിഹ്നത്തിനെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.